ഈ വീഡിയോയ്ക്കകത്ത് ട്യൂൺഡ് ആംപ്ലിഫയറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ട്യൂൺഡ് ആംപ്ലിഫയർ എന്താണെന്ന് നമുക്കറിയാം. ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക മീൻസ് അതിൻ്റെ സിഗ്നലിൻ്റെ സ്ട്രെങ്തനിങ് ചെയ്യാണ് ആംപ്ലിഫയർ ചെയ്യുന്നത്. അപ്പോൾ ട്യൂൺഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസീനെ മാത്രമാണ് അത് ആംപ്ലിഫൈ ചെയ്യുന്നത്. ബാക്കിയുള്ള ഫ്രീക്വൻസിയിൽ വരുന്ന സിഗ്നൽസിനെ അത് റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ട്യൂൺഡ് ആംപ്ലിഫയർ ഈസ് എൻ ആംപ്ലിഫയർ which amplifies a specific frequency. Specific frequency എന്ന് particular frequency അല്ലെങ്കിൽ ഒരു നാരോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്രീക്വൻസി ഉള്ള സിഗ്നലുണ്ട്. ആ ഫ്രീക്വൻസിയുള്ള എല്ലാ സിഗ്നലിനും ഇത് പാസ് ചെയ്യില്ല. പകരം ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ 0, 50 ഹെർട്സ്, 100 ഹെർട്സ്, ദെൻ 1 കിലോ ഹെർട്സ്, 200 കിലോ ഹെർട്സ്, 300 കിലോ ഹെർട്സ്, 1 മെഗാ ഹെർട്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ സപ്പോസ് ഒരു സിഗ്നലാണ് നമ്മുടെ കരുതുക. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 500 ഹെർട്സ് തൊട്ടിട്ട് 700 ഹെർട്സ് വരെ ഉള്ള സിഗ്നൽ അത് മാത്രം പാസ് ചെയ്യും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബാൻഡാണല്ലോ അത്, 500 to 700 എന്ന് പറയുന്ന അത്രയും റീജിയണിൽ മാത്രമുള്ള സിഗ്നലിന് 500 to 700 വരെ. അപ്പോൾ പെർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി നാരോ, ആ പെർട്ടിക്കുലർ ബാൻഡ് എന്ന് പറയുമ്പം അത് നാരോ ആണ്. ഈ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിന്ന് ഒരു നാരോ ബാൻഡിനെ മാത്രം എന്ത് ചെയ്യാണ്, ആംപ്ലിഫൈ ചെയ്യാണ്. അങ്ങനത്തെ ആംപ്ലിഫയറിനാണ് നമ്മൾ എന്ത് പറയുക, ട്യൂൺഡ് ആംപ്ലിഫയർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് വോൾട്ടേജിലാണ്, അതുകൊണ്ട് തന്നെ ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയർ എന്നും പറയാം. അപ്പം ട്യൂൺഡ് ആംപ്ലിഫയർ രണ്ട് ഫങ്ഷനാണ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് എ ഡിസൈർഡ് ഫ്രീക്വൻസി സിഗ്നൽ. ഒരു ആവശ്യമുള്ള ഫ്രീക്വൻസി സിഗ്നലിന് മാത്രം അതങ്ങ് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ സെലക്റ്റഡ് സിഗ്നൽ ടു എ സ്യൂട്ടബിൾ വോൾട്ടേജ് ലെവൽ. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ലെവലിലേക്ക് ഈ സെലക്ട് ചെയ്ത സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും, ബാക്കിയുള്ളതിനെല്ലാം റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ട്യൂൺഡ് ആംപ്ലിഫയറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ് എന്താണ് ട്യൂൺഡ് ആംപ്ലിഫയർ വെച്ചാൽ ഒരു വിച്ച് ആംപ്ലിഫൈസ് എ സ്പെസിഫിക് ഫ്രീക്വൻസി ഓർ എ നാരോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസി. അങ്ങനത്തെ ആംപ്ലിഫയറിനെയാണ് ട്യൂൺഡ് ആംപ്ലിഫയർ എന്ന് വിളിക്കുക. അതിൻ്റെ പർപ്പസാണ് സെലക്ഷൻ ഓഫ് എ ഡിസൈർഡ് ഫ്രീക്വൻസി സിഗ്നൽ ആൻഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് എ സെലക്റ്റഡ് സിഗ്നൽ ടു എ സ്യൂട്ടബിൾ വോൾട്ടേജ് ലെവൽ. അപ്പം നമ്മൾ ആംപ്ലിഫയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ അകത്ത് ട്യൂൺഡ് ആംപ്ലിഫയർ ആയിട്ട് ആ ആംപ്ലിഫയറിന് നമുക്ക് കൺവേർഷൻ നടത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ലോഡ് റെസിസ്റ്റർ വരുന്നുണ്ട്, കളക്ടർ റെസിസ്റ്റർ, ലോഡ് റെസിസ്റ്റർ. ആ ലോഡ് റെസിസ്റ്ററിന് പകരം ഒരു ട്യൂൺഡ് സർക്യൂട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. ആ ലോഡ് റെസിസ്റ്റർ എടുത്ത് മാറ്റിയിട്ട് അവിടെ നമ്മളൊരു ട്യൂൺഡ് സർക്യൂട്ട് പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു ട്യൂൺഡ് ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടു പിക്ക് and amplify the desired radio frequency signal, the resistive load in the audio amplifier is replaced by a tuned circuit, also called a parallel resonance circuit. The tuned circuit is capable of selecting as particular frequency and rejecting the others. ഈ ട്യൂൺഡ് സർക്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ട്യൂൺഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനടുത്ത് ബാക്കിയുള്ളതിനെ കളയും. അപ്പം ഈ ട്യൂൺഡ് ആംപ്ലിഫയറിൽ ആ ട്യൂണിങ് പർപ്പസ് നടത്തുന്നത് ട്യൂൺഡ് സർക്യൂട്ടാണ്. അപ്പോൾ ദ ട്യൂൺഡ് സർക്യൂട്ടിനാണ് ഈ പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ സെലക്ട് ചെയ്ത് ബാക്കിയുള്ള സിഗ്നൽസിനെ റിജക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. But the tuned circuit is capable of selecting a particular frequency and rejecting the others. ഇനി നമ്മൾ പറഞ്ഞു ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റീവ് ലോഡിനെ റീപ്ലേസ് ചെയ്യുക ട്യൂൺഡ് സർക്യൂട്ട് വെച്ച്. ആ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ആവാം, പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ആവാം. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാരലൽ റെസൊണൻസ് സർക്യൂട്ടാണ്. അപ്പം ട്യൂൺഡ് സർക്യൂട്ട് അല്ലെങ്കിൽ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടറിനെയും അതേപോലെ തന്നെ കപ്പാസിറ്ററിനെയും നമ്മൾ പാരലലി കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെ നമ്മൾ ട്യൂൺഡ് സർക്യൂട്ട് അല്ലെങ്കിൽ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ കുറച്ച് ഫ്രീക്വൻസിയുള്ള സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്തു. ആ സമയത്ത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുന്ന സമയം, എല്ലാ ഫ്രീക്വൻസിയിലും ആയിരിക്കണം എന്നില്ല, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രം ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും
ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് വരുന്ന ഒരു സിഗ്നൽ നമ്മൾ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസും ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസും ഈക്വൽ ആയിരിക്കും. ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. അപ്പം പാരലൽ റെസൊണൻസ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന a certain frequency of the applied AC voltage at which the inductive reactance is equal to the capacitive reactance is called resonant frequency. At resonant frequency the circuit is said to be in electrical resonance. ഈ റെസൊണൻസ് കണ്ടീഷൻ ആവുന്ന സമയത്ത് പാരലൽ റെസൊണൻസ് ആണെന്നുണ്ടെങ്കിൽ ഇമ്പിഡൻസ് ആ റെസൊണൻസ് സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് മാക്സിമം ആയിരിക്കും. അപ്പം ഇമ്പിഡൻസ് മാക്സിമം എന്ന് പറയുമ്പം ഇമ്പിഡൻസ് നമ്മളൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണെങ്കിലാണ് ഇമ്പിഡൻസ് പറയുക. ഇനി സപ്പോസ് അതൊരു റെസിസ്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ആണ് നമ്മളവിടെ പറയുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാക്സിമം ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കുറവായിരിക്കും. അപ്പം മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇമ്പിഡൻസ് ഓഫ് ദ റെസൊണൻസ് സർക്യൂട്ട് ബിക്കം മാക്സിമം. ഇമ്പിഡൻസ് മാക്സിമം. ഇപ്പോൾ ഇമ്പിഡൻസ് മാക്സിമം, ഇമ്പിഡൻസ് എന്ന് പറയാൻ കാരണം എന്താണ്, റെസിസ്റ്റൻസിന് പകരം ഇമ്പിഡൻസ് നമ്മൾ യൂസ് ചെയ്യും. കാരണം ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ട് കോംപ്ലക്സ് ക്വാണ്ടിറ്റിയിലേക്ക് എത്തിയേക്കും, അവിടെ കപ്പാസിറ്ററും ഇൻഡക്ടറുമാണ് വരുന്നത്. അപ്പം ഇമ്പിഡൻസ് മാക്സിമമാണ്, ആ സമയത്ത് കറൻറ്റ് മിനിമമാണ് അല്ലേ. മാക്സിമം ഇമ്പിഡൻസ് ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കുറവായിരിക്കും. അപ്പം മാക്സിമം ഇമ്പിഡൻസ് ഉണ്ടാകുമ്പോൾ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാക്സിമം വോൾട്ടേജ്, മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ആ മാക്സിമം ഇമ്പിഡൻസിൻ്റെ ഗുണം. മാക്സിമം ഇമ്പിഡൻസ് നടക്കുന്നതുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ആ സമയത്ത് കിട്ടും. അപ്പോൾ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും പാരലലി കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിന് പാരലൽ റെസൊണൻസ്. ഈ പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ്, ഇത് രണ്ടും ഈക്വലാണ്. എക്സ് എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം 2πf0 ഇൻറ്റു എൽ. എക്സ് എൽ എൽ ഒമേഗ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഇവിടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി ആയതുകൊണ്ട് f0 എടുത്തു അല്ലേ. ഈ പറയുന്ന എക്സ് എൽ ഈക്വൽ ടു S0 എന്ന് പറഞ്ഞ് നടക്കുന്നത് റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പം 2πf0L ഈക്വൽ ടു XC. XC എന്താണ്, -j/ωc ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1/XC ഈക്വൽ ടു 1/π ഇൻറ്റു f0c എന്ന് കിട്ടി. അപ്പോൾ 1/πf0 ഇൻറ്റു c. ഇനി നോക്കിയതിൽ നിന്ന് നമുക്ക് f0 എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ f0 ഈക്വൽ ടു f0 സ്ക്വയർ വരില്ല, 2 f0 വരുന്നു. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ f0 ഇങ്ങോട്ടേക്ക് വരുമ്പം f0 സ്ക്വയർ ഈക്വൽ ടു 1/2π, ഇവിടെ എഴുതാം f0 സ്ക്വയർ ഈക്വൽ ടു 1/2π അപ്പം f0 ഈക്വൽ ടു 1/2π. ഇവിടെ x ഈക്വൽ ടു -j/ωc ആണ്. x ഈക്വൽ ടു -j/ω. ഒമേഗ എന്ന് പറയുമ്പം 2πf0 ഇൻറ്റു c. നോക്കിയേ, f0 സ്ക്വയർ ഈക്വൽ ടു 2πയും 2πയും ഈ 2π താഴോട്ടേക്ക് വരുമ്പം 1/2π ഹോൾ സ്ക്വയർ വരില്ലേ, 1/2π ഹോൾ സ്ക്വയർ, 2 2π വരുന്നുണ്ട്. ദെൻ എല്ലും സിയും. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, റെസൊണൻറ്റ് ഫ്രീക്വൻസി f0. f0 ആണ് നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി. f0 ഈക്വൽ ടു
റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2π√LC. അപ്പോൾ ഇതാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ. F0 = 1/2π√LC. ഇനി നോക്കിയേ, റെസൊണൻറ്റ് ഫ്രീക്വൻസിക്കകത്ത് ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും 2 പാരാമീറ്റേഴ്സാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂക്ക് അനുസരിച്ചാണ് വരുന്നത്. അപ്പം റെസൊണൻറ്റ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് = കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമുക്കറിയാം jωL. അപ്പം 2πf0L x = 1/ωc. അപ്പം 2πf0 × c. നമ്മൾ എന്ത് ചെയ്യണം? F0 എന്ന് പറയുന്നതാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ആ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2π√LC എന്ന് കിട്ടി. അപ്പം എല്ലിൻ്റെയും സിയുടെയും വാല്യൂക്ക് അനുസരിച്ചാണ് എന്ത് വരുന്നത്? റെസൊണൻറ്റ് ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫിൻ്റെ അകത്ത് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ട്യൂൺഡ് സർക്യൂട്ടിൻ്റെ അകത്ത് ഇമ്പിഡൻസ് മാക്സിമം ആണെന്ന്. ഇവിടെ ഫസ്റ്റ് ഗ്രാഫിൻ്റെ അകത്ത് ഫ്രീക്വൻസി വേരി ചെയ്യുന്നത് എക്സ് ആക്സിൽ ഫ്രീക്വൻസിയും വൈ ആക്സിൽ ഇമ്പിഡൻസുമാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇമ്പിഡൻസ് കൂടും, ദെൻ കുറയും. അപ്പം ഇമ്പിഡൻസ് മാക്സിമം ആവുന്ന ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി F0 എന്ന് പറയുന്ന ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസൊണൻറ്റ് ഫ്രീക്വൻസി. സോ റെസൊണൻറ്റ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ഈ F0 എന്ന് പറയുന്ന റെസൊണൻറ്റ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് അവിടെ എന്താവും? ഇമ്പിഡൻസ് മാക്സിമം ആയിരിക്കും. അപ്പം പറഞ്ഞിരുന്നു, ഇമ്പിഡൻസ് മാക്സിമം ആവുകയാണെന്നുണ്ടെങ്കിൽ, മാക്സിമം ഇമ്പിഡൻസ് ആകുമ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ഗ്രാഫ് പറയുന്നത് ഫ്രീക്വൻസിനെ എക്സ് ആക്സിസിലും കറൻറ്റിനെ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെസൊണൻറ്റ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് കറൻറ്റ് മിനിമം ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു പോർഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടുന്തോറും അതിൻ്റെ ഇമ്പിഡൻസ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ കറൻറ്റ് കുറയും. ദെൻ റെസൊണൻറ്റ് ഫ്രീക്വൻസിക്ക് ശേഷം ഇമ്പിഡൻസ് കുറഞ്ഞു പോകും. ആ സമയത്ത് എന്ത് ചെയ്യും? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കൂടും. അപ്പം ഇതാണ് ഒരു പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ട്യൂൺഡ് ആംപ്ലിഫയർ ആണ്. അപ്പം ഈ ഒരു ട്യൂൺഡ് ആംപ്ലിഫയറിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന പോലെ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറൊക്കെ പഠിച്ചു. ആ RC കപ്പിൾഡ് ആംപ്ലിഫയറിന് അതേ ഒരു സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ എന്താണ് ഇവിടെ ചേഞ്ച് വരുന്നത്? ഇവിടെ L ഉം C എന്ന് പറയുന്ന ഒരു ട്യൂൺഡ് സർക്യൂട്ട്, ഇത്രയും പോർഷൻ ഒരു ട്യൂൺഡ് സർക്യൂട്ട് അല്ലേ? ഇതെന്ന് പറയുന്നത് ഒരു ട്യൂൺഡ് സർക്യൂട്ടാണ്. പാരലൽ റെസൊണൻറ്റ് സർക്യൂട്ട് അല്ലെങ്കിൽ ട്യൂൺഡ് സർക്യൂട്ട് എന്നൊക്കെ വിളിക്കാം. അപ്പം റെസിസ്റ്റീവ് ലോഡിനെ ഒരു ട്യൂൺഡ് സർക്യൂട്ട് വെച്ച് അവിടെ അങ്ങ് റീപ്ലേസ് ചെയ്തു. ബാക്കിയെല്ലാം നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ പറയുന്ന പോലെ തന്നെ R1, R2, RE, ദെൻ CC, CE ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R1, R2, RE എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയാസിങ്, പ്രോപ്പറായിട്ടുള്ള ബയാസിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് R1, R2, RE എന്ന് പറയുന്ന റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. CE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വോൾട്ടേജ് ഗെയിൻ്റെ ലോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൈപ്പാസ് കപ്പാസിറ്റർ. CE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് കപ്പാസിറ്റർ വോൾട്ടേജ് ഗെയിൻ്റെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ CC എന്ന് പറയുന്നത് എന്താണ്? കപ്ലിംഗ് കപ്പാസിറ്റർ, ഇൻപുട്ട് കപ്പാസിറ്റർ. ഇൻപുട്ടിൽ കൊടുത്തുകൊണ്ട് ഇൻപുട്ട് കപ്പാസിറ്റർ എന്ന് വിളിക്കാം. ഇവിടെ എന്താ ചെയ്യുന്നത്? കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ VS എന്ന് പറയുന്ന AC ഇൻപുട്ട് സിഗ്നലിനെ അതിൻ്റെ ബേസിലേക്ക് കപ്പിൾ ചെയ്ത് കൊടുക്കുന്നത്, അത് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇൻപുട്ട് കപ്പാസിറ്റർ എന്ന് വിളിക്കാം. അതെന്ത് ചെയ്യും? AC സിഗ്നലിനെ പാസ് ചെയ്യും, DCനെ അവിടെ ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. അപ്പോൾ AC സിഗ്നലിന് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കും. ദെൻ അതെന്ത് ചെയ്യും? ഇവിടെ നമ്പർ ഓഫ് ഫ്രീക്വൻസിയിലെ സിഗ്നൽ ഇൻപുട്ടിൽ വരുന്നുണ്ട്. പക്ഷേ ട്യൂൺഡ് സർക്യൂട്ട്, ആ ട്യൂൺഡ് സർക്യൂട്ടിലെ Lനും Cക്കും ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി, ആ Lഉം Cയും വാല്യൂ വെച്ചൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. മീൻസ് റെസൊണൻറ്റ് ഫ്രീക്വൻസി F0 = 1/2π√LC. F0 = 1/2π√LC. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഹെൻറി, കപ്പാസിറ്റർ 1 മൈക്രോ ഫാരഡ് എടുക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത F0 എന്ന് പറയുന്നൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി കിട്ടുമല്ലോ. ആ ഫ്രീക്വൻസി ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് സിഗ്നലിൽ കൊടുക്കുന്ന ഒരുപാട് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ ട്യൂൺഡ് സർക്യൂട്ടിന് റെസൊണൻറ്റ് ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് ഈ രണ്ട് ഫ്രീക്വൻസിയും മാച്ച് ആവുന്ന സമയത്ത്
ഔട്ട്പുട്ടിൽ സിഗ്നൽ മാക്സിമം ആയിരിക്കും. പാരലൽ റെസൊണൻസ് സർക്യൂട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. ദെൻ എഗെയിൻ നമ്മളൊരു സി എന്ന് പറയുന്ന കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യും. നമുക്കറിയാം കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുമ്പം എ സി സിഗ്നലിന് അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ വഴി കപ്ലിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ ഇതിന് കപ്പാസിറ്റീവ്ലി കപ്പിൾഡ് ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയർ എന്നും വിളിക്കാം. കപ്പാസിറ്റർ വഴിയാണ് കപ്ലിംഗ് നടത്തുന്നത്. സപ്പോസ് ഇവിടെ ഇൻഡക്ടർ വഴിയാണ് കപ്ലിംഗ് നടത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് ട്യൂൺഡ് ആംപ്ലിഫയർ. ഇവിടെ കപ്പാസിറ്റർ വഴിയാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കപ്ലിംഗ് നടത്തുന്നത്. കപ്പാസിറ്റീവ്ലി കപ്പിൾഡ് വോൾട്ടേജ് ആംപ്ലിഫയർ എന്നാണ് പറയുന്നത്, ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയർ. Okay, capacitive coupled tuned amplifier because the output is taken through a coupling capacitor. The value of L and C of the tuned circuit are selected in such a way that the resonant frequency of the tuned circuit is equal to the frequency to be selected and amplified. The R1, R2 and RE are called biasing resistors. Biasing control in the resistors are R1, R2, RE. These resistors provide the DC operating point and voltages for the transistor. Second point, the value of L and C of the tuned circuit are selected in such a way that the resonant frequency of the tuned circuit is equal to the frequency to be selected and amplified. ഇപ്പോൾ ഏത് ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെയാണോ നമുക്ക് എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ് നമ്മൾ ട്യൂൺ ചെയ്ത് വെക്കുന്നത്. അപ്പം ആ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂക്ക് അനുസരിച്ചാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി വരിക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് രണ്ടും മാച്ച് ആയിട്ട് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. ദെൻ ഈ ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ്. അപ്പോൾ ദ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ടു ബി ആംപ്ലിഫൈഡ് ഈസ് അപ്ലൈഡ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദി ആംപ്ലിഫയർ. നമുക്ക് ആംപ്ലിഫിക്കേഷൻ നടത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ സിഗ്നലിന് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. ഇവിടെയും ലോ സിഗ്നലിന് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ദെൻ ദ റെസൊണൻറ്റ് ഫ്രീക്വൻസി ഓഫ് ദ ട്യൂൺ സർക്യൂട്ട് ഈസ് മെയ്ഡ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ബൈ ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് എൽ ഓർ സി. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ എല്ലും സിയും ചേഞ്ച് ചെയ്ത് റെസൊണൻറ്റ് ഫ്രീക്വൻസി ഈക്വൽ ആക്കി വെക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂൺ സർക്യൂട്ട് ബിക്കം ഈക്വൽ to that of the input signal, a large signal appears across the output terminal. The resonant frequency is amplified and all other frequencies will be rejected by the tuned circuit. അപ്പോൾ ഈ ഒരു ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ആ ഒരു ആംപ്ലിഫയർ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എക്സ് ആക്സിസിലും ദെൻ വോൾട്ടേജ് ഗെയിൻ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്തു. നമുക്കറിയാവുന്നൊരു കാര്യമാണ് ആർ സി ട്യൂൺഡ് സർക്യൂട്ടിൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അവിടെ എന്ത് മാറ്റം വരും? ഇമ്പിഡൻസ് കൂടും. എന്ന് വെച്ചാൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ഇമ്പിഡൻസ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇമ്പിഡൻസ് മാക്സിമം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മാക്സിമം വോൾട്ടേജ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ റെസൊണൻറ്റ് ഫ്രീക്വൻസിക്കകത്തും എന്താണ് നമുക്ക് കിട്ടുന്നത്? മാക്സിമം വോൾട്ടേജ് ഗെയിൻ അവിടെ കിട്ടി. ആ മാക്സിമം വോൾട്ടേജ് ഗെയിൻ്റെ ഹാഫ് പവർ എടുക്കുക, മീൻസ് 1/√2 ഓഫ് വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് ഗെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ 2 പോയിൻ്റ് മാർക്ക് ചെയ്യും. 2 പോയിൻ്റ് 1/√2 ഓഫ് മാക്സിമം വോൾട്ടേജ് ഗെയിൻ. അതിന് നമ്മൾ അവിടെ നിന്ന് താഴോട്ടേക്ക് F1ഉം ദെൻ F2ഉം ദെൻ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിലാണ് ഇരിക്കുന്നത്, ആ ഫ്രീക്വൻസിയാണ് F1. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിലാണ് ഇരിക്കുന്നത്, ആ ഫ്രീക്വൻസി നമുക്ക് F2 എന്ന് വിളിക്കാം. അപ്പം ഈ 2 ഫ്രീക്വൻസി നമ്മൾ നോട്ട് ചെയ്തു. അപ്പം ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ ഇപ്പോൾ ഫ്രീക്വൻസി കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ, ഇപ്പോൾ ലോ ഫ്രീക്വൻസി നമ്മൾ വോൾട്ടേജ് ഗെയിൻ ഇത് കിട്ടി, ദെൻ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തപ്പോൾ വോൾട്ടേജ് ഗെയിൻ അഗെയിൻ ഇൻക്രീസ് ചെയ്തു, ഇങ്ങനെ നമുക്ക് കിട്ടും. ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടി. ദെൻ ഈ ഫ്രീക്വൻസി റെസ്പോൺസിനകത്ത് ദ ഇമ്പിഡൻസ് ഓഫ് ദ ട്യൂൺഡ് സർക്യൂട്ട് ഈസ് വെരി ഹൈ അറ്റ് ദ റെസൊണൻറ്റ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ് ഡിക്രീസസ് ആസ് ദ ഫ്രീക്വൻസി ചേഞ്ചസ് എബവ് ഓർ ബിലോ ദ റെസൊണൻറ്റ് ഫ്രീക്വൻസി. റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ് മാക്സിമം ഇമ്പിഡൻസ്. അപ്പം ബിലോ റെസൊണൻറ്റ് ഫ്രീക്വൻസിയും ആൻഡ് എബവ് റെസൊണൻറ്റ് ഫ്രീക്വൻസിയും അതിൻ്റെ ഇമ്പിഡൻസ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും.
അപ്പോൾ therefore the voltage gain of the tuned amplifier is very high at the resonant frequency and decreases as the frequency changes above or below the resonant frequency. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ ബാൻഡിലാണ് സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. ആ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിന് നമ്മൾ എന്ത് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഓഫ് എൻ ആംപ്ലിഫയർ ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് എ ആൻഡ് ബി ഓൺ ഐദർ സൈഡ് ഓഫ് ദ റെസൊണന്റ് ഫ്രീക്വൻസി, where the value of voltage gain drops to 1/√2 of the maximum value of resonance. അപ്പം ബാൻഡ് വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഗെയിൻ്റെ 1/√2 എടുക്കുക. അതായത് നമ്മൾ അത്രയും പോയിൻ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ആ ബാൻഡ് വിഡ്ത്ത് അത്രയും പോർഷനിലാണ് സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ട്യൂൺഡ് ആംപ്ലിഫയറിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ട്യൂൺഡ് ആംപ്ലിഫയർ ആദ്യം ട്യൂൺഡ് ആംപ്ലിഫയർ എന്താണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് പറഞ്ഞു. ഈ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് പാരലൽ റെസൊണൻസ് സർക്യൂട്ട് റെസിസ്റ്റീവ് ലോഡിൽ പ്ലേസ് ചെയ്തിട്ടാണ് ട്യൂൺഡ് സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. ദെൻ അതിൻ്റെ വർക്കിംഗ്, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇത്രയാണ് ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയറിൻ്റെ അകത്തുള്ളത്.